രാജ്യം പുതിയൊരു സൂര്യോദയത്തിന് സാക്ഷിയാകുന്നു. ഇതാണ് INS വിക്രാന്ത് കമ്മീഷനിംഗ് ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഇന്ത്യൻ നാവികസേനയുടെ അഭിമാനം INS വിക്രാന്ത് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ലോകത്തെ സാക്ഷിയാക്കി വിവിധ രാജ്യങ്ങളുടെ പതാകകൾ പറന്നു കളിക്കുന്ന ഫ്ലൈറ്റ് ഡെക്കിൽ ദേശീയഗാനത്തിന്റെ അകമ്പടിയിൽ വിക്രാന്തിന്റെ കമ്മീഷനിംഗ് പതാക വാനിലേക്ക് ഉയർന്നു. പടക്കപ്പൽ സജീവ സേവനത്തിലിരിക്കുന്ന കാലമെല്ലാം ഈ കമ്മീഷനിംഗ് പതാക തൽസ്ഥാനത്ത് തന്നെ ഉണ്ടാകും. സമുദ്രരംഗത്തെ വെല്ലുവിളികൾക്ക് ഉത്തരമായി നമ്മുടെ രാജ്യത്തിന്റെ പടക്കുതിരയായി ഇനി വിക്രാന്ത് ഉണ്ടാകും. അതേസമയം വീരവിക്രാന്ത് സമുദ്രസേനയുടെ ഭാഗമാകുമ്പോൾ പ്രതിരോധ രംഗത്ത് വൻ ശക്തിയാകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്താൻ പാകത്തിന് കരുത്തുറ്റ യുദ്ധവിമാന നിർമ്മിതിക്കാണ് ഇന്ത്യ തയ്യാറെടുക്കുന്നത്. മികവ് തെളിയിച്ച തേജസിന്റെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പിനാണ് കേന്ദ്ര ക്യാബിനറ്റ് അനുമതി നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലെ കമ്മിറ്റിയാണ് തീരുമാനം പ്രഖ്യാപിച്ചത്. INS വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കുന്നതിന് മുൻപാണ് ആകാശ സുരക്ഷയിൽ ഇന്ത്യയുടെ സുപ്രധാന തീരുമാനം. തേജസ് 2 വിമാനങ്ങൾക്കായി തുടക്കത്തിൽ 10,000 കോടി രൂപ വകയിരുത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് വിഭാഗത്തിൽ തേജസിലൂടെ ഇന്ത്യ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. അമേരിക്ക അടക്കം നിരവധി രാജ്യങ്ങൾ തേജസിനായി ഓർഡർ നൽകിയതിന് പിന്നാലെയാണ് അതീവ പ്രഹരശേഷിയുള്ള തേജസ് 2 വിമാനം വികസിപ്പിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ത്യ നിലവിൽ ഉപയോഗിക്കുന്ന മിറാഷ്, ജാഗ്വാർ, മിഗ് വിമാനങ്ങൾക്ക് പകരക്കാരനായി തേജസുകളെ മാറ്റാനാണ് തീരുമാനം. ബാലാകോട്ടിൽ പാകിസ്ഥാനെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് മിറാഷ് വിമാനങ്ങളായിരുന്നു. തേജസ് 2 നിലവിലെ തേജസിനേക്കാൾ 2 ഇരട്ടി പ്രഹര ശേഷിയുള്ളവ ആയിരിക്കും. ശക്തിയേറിയ GE-414 എഞ്ചിനാണ് പുതിയ തേജസിൽ ഉണ്ടാവുക. നിലവിലെ തേജസിൽ GE-404 എഞ്ചിനാണ് ഉപയോഗിക്കുന്നത്. ഏത് ശത്രുനിരയുടെയും ഉള്ളിൽ കടന്ന് അതിവേഗം ആക്രമണം നടത്തി തിരികെ പറക്കുക എന്ന കരുത്താണ് പുതിയ തേജസിൽ ഒരുക്കുക. ഇന്ത്യൻ വ്യോമ മേഖലയ്ക്ക് പുറത്തേക്ക് പറക്കേണ്ട എല്ലാ സാഹചര്യത്തിലും ഇനി തേജസ് 2 ആയിരിക്കും ദൗത്യം ഏറ്റെടുക്കുക. വിമാനങ്ങളിൽ അസ്ത്ര 2 BVR മിസൈലുകളാണ് ഘടിപ്പിക്കുക. 150 കിലോമീറ്റർ ദൂരത്തിലെ ലക്ഷ്യം ഭേദിക്കാൻ ഇവയ്ക്കാകും. ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ നിന്ന് തേജസിനെ ആവശ്യപ്പെട്ടത് അർജന്റീനയാണ്. തേജസ് വിമാനങ്ങളെ അർജന്റീനിയൻ വായുസേനയുടെ ഭാഗമാക്കാൻ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. കേന്ദ്ര വിദേശകാര്യമന്ത്രി S ജയശങ്കർ അർജന്റീന സന്ദർശിച്ച വേളയിലാണ് ഇത് സംബന്ധിച്ച ധാരണയിലെത്തിയത്. നേരത്തെ അമേരിക്ക, മലേഷ്യ, ഓസ്ട്രേലിയ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ് എന്നീ രാജ്യങ്ങളും തേജസ് വാങ്ങുമെന്ന് അറിയിച്ചിരുന്നു. ഇന്ത്യ ജന്മം നൽകിയ അത്യാധുനിക ആകാശ ആയുധമാണ് തേജസ്. യുദ്ധരംഗത്തെ സവിശേഷമായ കഴിവുകളാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ അഭിമാനമായ തേജസിനെ ലോകരാജ്യങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത്. തന്റെ നാടിന്റെ വിശാല ആകാശ അതിർത്തികൾ ഭേദിക്കാൻ ഒരു ശത്രു ചാരനെയും തേജസ്സിനെ അനുവദിക്കില്ല. അർപ്പണബോധത്തോടെ ആകാശം കാക്കുന്ന തേജസ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് വലിയ മുതൽക്കൂട്ടായിരിക്കും. മലേഷ്യ 18 തേജസ് യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നത്. മലേഷ്യൻ വ്യോമസേനയിലെ പ്രഥമ പരിഗണന യുദ്ധവിമാനമായി തേജസ് മാറുമെന്ന് അധികൃതർ അറിയിച്ചിരുന്നു. യുദ്ധമുഖത്ത് ആധിപത്യം നേടാൻ കഴിയുന്ന അത്യാധുനിക സജ്ജീകരണങ്ങളുമായാണ് തേജസിന്റെ പ്രത്യേകത. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായ തേജസിൽ ഫ്രഞ്ച് നിർമ്മിത ഹാമർ എയർ 2 ഗ്രൗണ്ട് സ്റ്റാൻഡിംഗ് ഓഫ് മിസൈലിനൊപ്പം ഇന്ത്യയുടെ അസ്ട്ര എയർ 2 എയർ മിസൈലുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സുഖോയ് യുദ്ധവിമാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തേജസിന് ഭാരം വളരെ കുറവാണ്. എന്നാൽ സഖോയുടെ അത്രയും തന്നെ ആയുധങ്ങളും മിസൈലുകളും വഹിച്ച് പറക്കാൻ തേജസിന് സാധിക്കും. 8 മുതൽ 9 ടൺ വരെ ഭാരം വഹിക്കാൻ തേജസിന് ശേഷിയുണ്ട്. വേഗതയാണ് തേജസിന്റെ മറ്റൊരു സവിശേഷത. 52,000 അടി ഉയരത്തിൽ ശബ്ദത്തിന്റെ വേഗതയോട് താരതമ്യപ്പെടുത്താവുന്ന വിധത്തിലാണ് തേജസിന്റെ വേഗത. മാക് 1.6 മുതൽ 1.8 വരെ, അതായത് മണിക്കൂറിൽ 2205 കിലോമീറ്റർ വേഗത്തിൽ പറക്കാൻ ഭാരതത്തിന്റെ ഈ വജ്രായുധത്തിന് സാധിക്കും. ഇസ്രയേലും ഇന്ത്യയും നിർമ്മിച്ച റഡാറുകളും തേജസിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ശത്രുവിന്റെ റഡാറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രവും തേജസിനുണ്ട്. വായുവിൽ ഇന്ധനം നിറയ്ക്കാനും വീണ്ടും യുദ്ധത്തിന് തയ്യാറാകാനുമുള്ള കഴിവും ഈ പോർ വിമാനത്തെ യുദ്ധമുഖങ്ങളിൽ പോരാളികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നു. 2023 83 തേജസ് ജെറ്റുകൾ നിർമ്മിക്കുന്നതിന് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡിന് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ 48,000 കോടി രൂപയുടെ കരാർ നൽകിയിട്ടുണ്ട്. 2001 ജനുവരിയിലാണ് തേജസ് ആദ്യ പറക്കൽ നടത്തിയത്. 2016 ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാഡ്രനിൽ രാജ്യത്തിന്റെ സ്വന്തം തേജസിനെ ഉൾപ്പെടുത്തി. ഇന്ത്യൻ സമുദ്രം കാക്കാൻ വിക്രാന്തും വിശാല ആകാശത്തിന് കാവലായി തേജസും ഇനി ഇന്ത്യയുടെ പടയാളുകളായി ഉണ്ടാകും.
ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.